ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോപ്പ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ഷോപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ദിവസവും ഓഫീസിൽ നിന്ന് ഞാൻ എൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഡെയിലി കാണുന്ന ഒരു ഷോപ്പാണ്. ഇതധികം ആരും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ഷോപ്പാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിടാം. കാരണം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ റെസിൻ ആർട്ട് എന്നൊക്കെ പറയുന്നതിൽ ക്രേസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കിത് ഉപയോഗപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്പെൻസർ ജംഗ്ഷൻ എന്ന് പറയുന്ന ഏരിയയിൽ ട്യൂട്ടേഴ്സ് ലൈൻ എന്ന് പറയുന്ന ഒരു റോഡുണ്ട്. ഈ റോഡിനകത്ത് ഒരു അമ്മൻ കോവിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഇരിക്കുന്നത്. ഈ ഒരു ഷോപ്പിൽ ഒന്ന് കണ്ണോടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുള്ളാണ്, എത്ര മനോഹരമായിട്ടാണ് അവർ ഈ ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒത്തിരി കളർഫുള്ളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കുന്നത് ഈ ഗിഫ്റ്റ് ബോക്സസ് ആണ്. ഈ കാണുന്ന എല്ലാം ഗിഫ്റ്റ് ബോക്സസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് 140 തൊട്ടാണ്. നല്ല രസമുണ്ട്. ഇതിൻ്റെ കളർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. പിന്നെ ഇത് ഈ ഗോൾഡൻ കളറിൽ കാണുന്നത് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ്. നമുക്കിതിൽ ചോക്ലേറ്റ്, ജുവൽസ് എന്ത് വേണമെങ്കിലും നമുക്ക് റിബണൊക്കെ കെട്ടിയാൽ അറേഞ്ച് ചെയ്ത് അത് അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസാണ്. പിന്നെ ഇത് ഇവിടെ കുറച്ച് കുഞ്ഞ് ബോക്സസ് ഞാൻ കണ്ടായിരുന്നേ. ഈ കാണുന്ന കുഞ്ഞ് ബോക്സിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ 35 റുപ്പീസാണ്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. പല കളേഴ്സുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് 35 ആണ്. സ്റ്റാർട്ടിങ് എന്നല്ല, ഇതിൻ്റെ ഒരു പ്രൈസും തന്നെ 35 ആണ്. പിന്നെ ഇത് ഈ കാണുന്ന ഹാർട്ട് ഷേപ്പിലുള്ള ഈ ബോക്സസൊക്കെ 200 റേഞ്ചാണ്. പിന്നെ കുറച്ചുകൂടെ ഒരു കൂടിയ റേഞ്ച്, അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലുള്ള ഈ കാണുന്ന ബോക്സസ്, ഇതൊക്കെ ഒരു 300 റേഞ്ച്. അപ്പോൾ മാക്സിമം ഇവിടെ ഈ ഒരു 300 റേഞ്ച് വലിയ ബോക്സാണ്. ഇത് അത്യാവശ്യം നല്ല ഗിഫ്റ്റ് ഐറ്റംസൊക്കെ വെക്കാൻ പറ്റിയ നല്ല വലിപ്പമുള്ള ബോക്സാണ്. അപ്പോൾ അതിനൊക്കെ 300 റേഞ്ചേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബോക്സസ് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, ഇതൊക്കെ എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ ഞാൻ ആ പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് നോർത്തിൽ നിന്നാണ് അവർ ഈ ഐറ്റംസൊക്കെ വരുത്തുന്നത്. അതും ഹോൾസെയിൽ റേറ്റിനാണ് അവർ കൊടുക്കുന്നത്. MRP റേറ്റ് അല്ല, ഹോൾസെയിൽ റേറ്റാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇത് ഈ ബോക്സൊക്കെ നോക്കി എന്ത് രസമാണെന്ന് കാണാനായിട്ട്. ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു ക്യൂട്ടായിട്ടുള്ള ബോക്സാണ്. പിന്നെ ഇത് ഈ കാണുന്ന ബാംബൂ സ്റ്റിക്കിലുണ്ടാക്കുന്ന ബോക്സസാണ്, അധികം വെയിറ്റ് ഇല്ലാത്ത. അപ്പോൾ ഇത് നമുക്ക് ഇയർ റിങ്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ബോക്സ്. അപ്പോൾ ഇതിനൊക്കെ 95, 96 ഒക്കെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് പറയുന്നത്. അപ്പോൾ ഞാനിതൊക്കെ കണ്ടിങ്ങനെ വന്നപ്പോൾ എൻ്റെ കണ്ണ് സ്റ്റക്കായ ഒരു ഏരിയയാണ് നമ്മുടെ ലേഡീസ് കോർണറിലേക്കാണ്. അപ്പോൾ ഇതിൽ ഒത്തിരി എന്താ പറയുക ജുവൽ ഐറ്റംസ് ഉണ്ട്. അതേ കുഞ്ഞു മൂക്കുത്തിയൊക്കെ തിളങ്ങുന്നുണ്ട്. പിന്നെ ജുവൽ സെറ്റൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അത് ഇതുപോലെ പൗഡർ, ഷാംപൂ, ഫേസ് വാഷ് എക്സെട്ര ഒത്തിരി ഐറ്റംസ് ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒറ്റ അടിക്ക് പറഞ്ഞ് തീർക്കാനും പറ്റത്തില്ല, അത്രമാത്രം സാധനങ്ങൾ ഈ ഒരു ഷോപ്പിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കോസ്മെറ്റിക്സ്, ബ്യൂട്ടി പ്രോഡക്ട്സ് അതൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ നിൽക്കുന്ന പുള്ളിക്കാരിയോട് ഒന്ന് രണ്ട് ജുവൽ സെറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു സെറ്റെന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെയൊക്കെ റേറ്റ് ചോദിക്കാൻ വിട്ടുപോയി. എന്തായാലും അത്ര റേറ്റ് വരാൻ സാധ്യതയില്ല, കാരണം ഞാൻ ഇതിന് മുമ്പ് ഒരു കുഞ്ഞ് നെക്ലസ്സൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നൊരു ഐറ്റം ഇല്ലേ, യെല്ലോ ഗ്രീൻ, ഇത് നമുക്ക് ബോ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ വാങ്ങിയിട്ട് പോയി ചിലർ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതുപോലെ അടുത്ത പാർട്ടി ഐറ്റംസാണ്. നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വരുത്തുന്ന സാധനങ്ങളാണിതൊക്കെ. ഈ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 250 ആണ് കേട്ടോ. ഇതിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഞാൻ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ക്വാളിറ്റിയും ഉണ്ട്, ഐറ്റംസും ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതിൻ്റെ ചെറിയ പാക്കറ്റ്സ് ഉണ്ട്. അത് അത്ര റേറ്റ് ഒന്നുമില്ല. അതൊക്കെ ഒരു 100 റുപ്പീസൊക്കെ വരുന്നുള്ളൂ. അടുത്ത ഞാൻ കാണിക്കുന്ന കുറേ ഫോട്ടോ ഫ്രെയിംസിൻ്റെ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഇത് പല സൈസിൽ വരുന്നുണ്ട്. ആ സൈസിൻ്റെ ഒരു ചാർട്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സ്റ്റാർട്ടിങ് വരുന്ന 35 ആണ്. ആ കുഞ്ഞ് ഫ്രെയിമൊക്കെ 35 റുപ്പീസേ ഉള്ളൂ. അതും ഈ പറഞ്ഞ കണക്ക് MRP പ്രൈസ് അല്ല, ഹോൾസെയിൽ പ്രൈസിനാണ് അവർ കൊടുക്കുന്നത്. പിന്നെ ഇത് ഈ കാണുന്നതൊക്കെ മിററിൻ്റെ ഫോട്ടോ ഫ്രെയിംസ് ആണ്. ഇത് നമ്മൾ മിക്കവാറും ഷോപ്സിലൊക്കെ കാണാറുള്ളതാണ്, ഫാൻസി അല്ലെങ്കിൽ ഗിഫ്റ്റ് ഷോപ്സിലൊക്കെ കാണാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലൈറ്റ് ചെയ്ത് ഒരെണ്ണം അവരെന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ.
ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കാണാൻ തന്നെ ഭയങ്കര മനോഹരമാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. മെയിൻലി ഇവിടെ നിന്ന് എല്ലാവരും കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വാങ്ങിയിട്ട് പോകുന്നതെന്ന്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് റെസിൻ ആർട്ടിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. ഈ ഒരു വൈറ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഈ റെസിൻ മോൾഡ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്ന കേസസാണ്. അപ്പോൾ ഇതിനകത്ത് റെസിൻ ഒഴിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലോക്കിൻ്റെ സെറ്റിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുത്ത് അതിനകത്ത് ഈ റെസിൻ ലിക്വിഡ് ഒഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചില റീൽസിലോ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ പെൻഡൻസ്, ഇയറിങ്സ്, അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസും ഉണ്ട്. അതിനെ ബെസൽസ് എന്നാണ് പറയുന്നത്. അത് ഞാൻ ഇതിനകത്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ ആ റെസിൻ ആർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് കേട്ടോ. കളറിങ് ചെയ്യുന്നത്, പിന്നെ കുറേ ബീഡ്സ്, ഫ്ലവേഴ്സ്, ഡ്രൈ ഫ്ലവേഴ്സാണ്. അങ്ങനെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സീൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ളവർക്ക് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ കാണുന്ന ഇതാണ് ബെസൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ യൂസ് ചെയ്തിട്ടാണ് പെൻഡൻസ് അല്ലെങ്കിൽ ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഒരു ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസും അവരുടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന റിങ് പോലത്തെ ഐറ്റം മണ്ടേല ആർട്ട് എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബോർഡാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഡ്രൈ ഫ്ലവേഴ്സൊക്കെയാണ്. ഇതൊക്കെ നല്ല രസമുണ്ട്. അതിൻ്റെ ആ കളർ കാണുമ്പോഴേ ഇപ്പോൾ ഞാനൊന്നും ഇത് എപ്പോഴും ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല, പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ തോന്നും. ഈ ബീഡ്സൊക്കെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് എന്ന് നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. കാരണം ഇത് പലരും ശ്രദ്ധിക്കപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനൊരു ഷോപ്പ് സ്റ്റാച്യൂലുള്ളതായിട്ട്. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങണമെങ്കിൽ പലരും ചാലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോളിലൊക്കെ ആയിരിക്കും പോയി വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ഇതിന് റേറ്റൊക്കെ കുറവാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കണം. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഓൺലൈൻ സർവീസസും ഉണ്ട്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ അവർ കൊറിയർ ചെയ്ത് തരും. എവിടെയാണെങ്കിലും, ഇന്ത്യക്കകത്ത് എവിടെയാണെങ്കിലും അവരത് എത്തിച്ച് തരും എന്നാണ് എന്നോട് പറഞ്ഞത്. അല്ലാതെ ഇവരുടെ നോർമൽ ആർട്ട് വർക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ചാർട്ട് പേപ്പറുണ്ട്, ഓയിൽ പെയിൻറ്റ്സ്, അക്രിലിക് പെയിൻറ്റ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഈ ഷോപ്പ് മൊത്തം ഞാൻ അരിച്ചു പറക്കി അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ 2 മീറ്ററാണ് ഈ ലീഫിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിന് 60 റുപ്പീസാണ് ഒരെണ്ണം. അപ്പോൾ അത് ജസ്റ്റ് ഒരു 2 പീസ് വാങ്ങിയായിരുന്നു. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ ഷോപ്പിനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ നെയിം പറഞ്ഞില്ല. ഈ ഷോപ്പിൻ്റെ നെയിം എന്ന് പറയുന്നത് ബ്ലൂബെൽ എന്നാണ്. എല്ലാ വിശേഷവും പറഞ്ഞിട്ട് ഞാൻ നെയിം പറയാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ഒരു ബിസിനസ് കാർഡ് ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.